prophet Ezekiel in chapter 2, chapter 6, chapter 9, chapter 12, chapter 24 addresses the people of Israel who are in exile. പ്രവാചകനായ യെഹെസ്കേൽ പ്രവചന പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിലും 6-ാം അധ്യായത്തിലും 12-ാം അധ്യായത്തിലും 24-ാം അധ്യായത്തിലും പ്രവാസത്തിലുള്ള ഇസ്രായേൽ ജനതയോട് ഇപ്രകാരം അവരെ അഭിസംബോധന ചെയ്യുന്നു. And he calls them a rebellious house. പ്രവാചകൻ അവരെ വിളിക്കുന്നത് മത്സരഗ്രഹം എന്നാണ്. His task was to call the people of Israel to use their exile fruitfully in repentance and returning to the Lord, so that they might be ready to return to their land and the city which God will restore to them. പ്രവാസത്തിലുള്ള ഇസ്രായേൽ ജനതയെ മാനസാന്തരത്തിലേക്കും ദൈവത്തിങ്കലുള്ള മടങ്ങിവരവിലേക്കും ആഹ്വാനം ചെയ്ത് യഹോവയായ ദൈവം അവർക്ക് പുനഃസ്ഥാപിച്ചു കൊടുക്കുന്ന ദേശത്തേക്കും അവരുടെ സ്വന്തം പട്ടണത്തിലേക്കും മടക്കിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം അവരെ ആഹ്വാനം ചെയ്യുന്ന ശുശ്രൂഷയാണ് ദൈവം യെഹെസ്കേൽ പ്രവാചകന് നൽകിയത്. The life situation of the people of Israel who heard Ezekiel's message was one of slavery, poverty, and political oppression. യെഹെസ്കേൽ പ്രവാചകന്റെ സന്ദേശം ശ്രദ്ധിച്ച ഇസ്രായേൽ ജനതയുടെ ജീവിതാവസ്ഥ അടിമത്തത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും അതോടൊപ്പം രാഷ്ട്രീയമായ അടിച്ചമർത്തലിൻ്റെതും ആയിരുന്നു. They had lost their sense of identity and had no real hope of returning to their past glory and security. അവർ ജീവിതത്തിൽ എല്ലാവിധമായ പ്രത്യാശയും നഷ്ടപ്പെട്ട് തങ്ങൾ ആര് എന്നുള്ളതിനെ തന്നെ മറന്നു കളഞ്ഞ് ഒരിക്കലും ഇനിയും അവരുടെ ഗതകാല പ്രതാപത്തിലേക്ക് മടങ്ങിപ്പോകും എന്നുള്ള പ്രത്യാശയും നഷ്ടപ്പെട്ടവരായിരുന്നു. And in their misery and rebellion they had forgotten how to listen to the God, Yahweh, of Abraham, Isaac and Jacob. അവരുടെ ദുരിതത്തിലും അവരുടെ മത്സര മനോഭാവത്തിലും കൂടെ ഇസ്രായേൽ മക്കൾ എങ്ങനെയാണ് അവരുടെ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവത്തിൽ ആശ്രയിച്ചത് എന്നുള്ളത് തന്നെ മറന്നു കളഞ്ഞിരുന്നു. And I give thanks that this song we sang before I started preaching was talking about on our way to Zion, the God of Abraham, Isaac and Jacob is going to be with us. അതുകൊണ്ട് നാം ഇപ്പോൾ പാടിയ ഗാനം അങ്ങനെയാണല്ലോ. സിയോനിലേക്കുള്ള നമ്മുടെ വഴിയാത്രയിൽ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നമ്മോടൊപ്പമുണ്ട്. ആ ഗാനം ഇപ്പോൾ പാടിയത് ഏറ്റവും അന്വർത്ഥമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. But when Israel was in his exile, they were misery, they had rebelled, and they had actually forgotten to listen to the voice of God. എന്നാൽ ഇസ്രായേൽ മക്കൾ അവർ ബാബിലോണിലെ പ്രവാസത്തിലായിരുന്നപ്പോൾ അവർ ദൈവത്തോട് മത്സരിച്ചിരുന്നു. ദൈവം എങ്ങനെയാണ് അവരെ വഴി നടത്തിയത് എന്ന് അവർ മറന്നു കളഞ്ഞിരുന്നു. Ezekiel spoke within exile to people living in it, but he was able to do so in the language he used because almost all other prophets had given hope. യെഹെസ്കേൽ പ്രവാചകൻ പ്രവാസത്തിനുള്ളിൽ ജീവിക്കുന്ന ജനത്തോടൊപ്പം ജീവിച്ച് അവരോട് ദൈവത്തിൻ്റെ സന്ദേശം നൽകുന്നത് അതിനു മുൻപ് അനേക പ്രവാചകന്മാർ അവർക്ക് പ്രത്യാശയുടെ സന്ദേശം നൽകിയതുകൊണ്ട് തന്നെയാണ്. And hope is what we all need now. പ്രത്യാശ അതാണ് നമുക്കിപ്പോൾ ഏറെ ആവശ്യമായിരിക്കുന്നത്. Everywhere in the world people are anxious. The world is changing almost faster than we can bear. Life is harder for our children than it was for us, and for our grandchildren harder still. നമുക്കറിയാം, ഈ ലോകത്തിൽ മനുഷ്യരെല്ലാവരും വലിയ ആശങ്കയിലാണ്. ഈ ലോകത്തിൻ്റെ ചടുലമായ മാറ്റങ്ങളെ തിരിച്ചറിയാനും അതിനെ താങ്ങുവാനും കഴിയാതെ ഇതാ ജീവിതങ്ങൾ കഠിനമായിക്കൊണ്ടേയിരിക്കുന്നു. അത് നമ്മുടെ കുട്ടികൾക്ക് അത് കഠിനമാണെങ്കിൽ അവരുടെ തലമുറകൾക്ക് അതിലധികം കഠിനമാണ്. Yet the basis both of Judaism, by the way, and Christianity is love. God's love for us even when we fail to return to that love. എന്നാൽ യഹൂദ മതവിശ്വാസത്തിൻ്റെയും ക്രൈസ്തവ മതവിശ്വാസത്തിൻ്റെയും അടിസ്ഥാനം എന്നത് സ്നേഹം തന്നെയാണ്. നാം ദൈവത്തെ തിരികെ സ്നേഹിക്കാൻ കഴിയാതിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളത് തന്നെയാണത്. And Ezekiel's own message was that even though the people were in exile, had lost their temple, they had lost their sovereignty, God was still with them even in Babylon. യെഹെസ്കേൽ പ്രവാചകന്റെ സന്ദേശം ഇസ്രായേൽ ജനതയ്ക്ക് അവരുടെ ദൈവാലയം നഷ്ടപ്പെടുകയും അവരുടെ രാജ്യത്തിൻ്റെ പരമാധികാരം നഷ്ടമാകുകയും ചെയ്തിട്ടും ദൈവം അവരോട് കൂടെ തന്നെ ഉണ്ട്. ബാബിലോണിലെ പ്രവാസത്തിലും
ദൈവം അവരോടൊപ്പമുണ്ട് എന്നുള്ളതായിരുന്നു. So even though the church may feel that its message goes unheard, that there are words that can open even the most closed heart, namely that God believes in us more than we believe in him. അതുകൊണ്ട് ഒരുപക്ഷെ സഭ എന്ന നിലയിൽ നമ്മുടെ ദൂതുകൾ ആരും കേൾക്കുകയില്ല, ആരും കേൾക്കുന്നില്ല എന്ന് തോന്നുമ്പോഴും അടഞ്ഞ ഹൃദയങ്ങളെ പോലും തുറക്കുവാൻ കഴിയുന്ന ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനം വാക്കുകൾ ഇതാണ്: ദൈവം നമ്മിൽ, നാം ദൈവത്തിൽ വിശ്വസിക്കുന്നതിൽ അധികമായി വിശ്വസിക്കുന്നു. നാം ദൈവത്തിൽ വിശ്വസിക്കുന്നതിൽ അധികമായി ദൈവം നമ്മിൽ വിശ്വസിക്കുന്നു. God believes in you. God believes in you. God believes in you more than you believe in him. ദൈവം നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് അപ്പുറമായി അധികമായി നിങ്ങളിൽ ഓരോരുത്തരിലും ദൈവം വിശ്വസിക്കുന്നു. Because of the death and resurrection of Jesus, what he sees in you is a saint already who's begun on that journey and in their making to become more like Jesus. അതുകൊണ്ട് കർത്താവ് നമുക്ക് നൽകിയ കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അനുഭവത്തിൽ നാം മുൻപോട്ട് പോകുമ്പോൾ അവൻ നമ്മിൽ യഥാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു ദൈവത്തെയാണ്, മുൻപോട്ട് നയിക്കുന്ന ദൈവത്തെയാണ് നാം കാണുന്നത്. That there is objective hope even when there is subjective despair, that each one of us is more than self. We have a soul. ഒരുപക്ഷെ നമ്മുടെ ഹൃദയങ്ങളിൽ സംശയവും നിരാശയും നിറയുമ്പോഴും വസ്തുനിഷ്ഠമായ യഥാർത്ഥമായ പ്രത്യാശയാണ് നാം ദൈവത്തിൽ നമ്മുടെ മുൻപിൽ കാണുന്നത്. നാം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം മാത്രമല്ല, നമ്മുടെ ആത്മാവ് ചേരുന്നതാണ് നമ്മുടെ സ്വയം എന്നത്. And in that soul there is a yearning for the good, for the right, for the compassionate, for the just. അതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവിൽ ഒരു വലിയ പ്രതീക്ഷയുണ്ട്, ഒരു കാംക്ഷയുണ്ട്. അത് നല്ലതിനു വേണ്ടി, യഥാർത്ഥമായുള്ളതിനു വേണ്ടി, ആർദ്രതയുള്ളതിനു വേണ്ടി, നീതിക്ക് വേണ്ടിയുള്ള വലിയൊരു അഭിവാഞ്ചയാണ്. So I take as my text from Isaiah chapter 40, the one Martin Luther King Jr. quoted in his I Have a Dream speech. ഇന്ന് ഞാൻ നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി തിരഞ്ഞെടുക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിൽ നിന്നാണ്. ഇതേ വേദഭാഗം മാർട്ടിൻ ലൂതർ കിങ് തൻ്റെ അനശ്വരമായ എനിക്ക് ഒരു സ്വപ്നമുണ്ട് എന്ന ആ വലിയ പ്രസംഗത്തിൽ ഉദ്ധരിച്ച വേദഭാഗം തന്നെയാണ്. So please stand with me to Isaiah chapter 40, a message of the prophet to those who feel exiled, lost, abandoned. പ്രവാസത്തിലായിരിക്കുന്ന ജനതയോടുള്ള പ്രവാചകന്റെ സന്ദേശം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ധ്യാനിക്കാം. Comfort, comfort my people, says your God. Speak tenderly to Jerusalem and proclaim to her that her hard service has been completed, that her sin has been paid for, that she has received from the Lord's hand double for all her sins. 40-ാം അധ്യായം 1-ാം വാക്യം മുതൽ, എൻ്റെ ജനത്തെ ആശ്വസിപ്പിപ്പീൻ, ആശ്വസിപ്പിപ്പീൻ എന്ന് നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു. യെരൂശലേമിനോട് ആദരവോടെ സംസാരിച്ചു. അവളുടെ യുദ്ധസേവ കഴിഞ്ഞും അവളുടെ അകൃത്യം മോചിക്കപ്പെട്ടും അവൾ തൻ്റെ സകല പാപങ്ങൾക്കും പകരം യഹോവയുടെ കയ്യിൽ നിന്ന് ഇരട്ടിയായി പ്രാപിച്ചുമിരിക്കുന്നു എന്ന് അവളോട് വിളിച്ചു പറവീൻ. Verse 3, a voice of one calling in the wilderness, prepare the way of the Lord, make straight in the desert a highway for our God. Every valley shall be raised up, and every mountain and hill made low. The rough ground shall become level, the rugged places are plain. And the glory of the Lord will be revealed, and all people will see together, for the mouth of the Lord has spoken. 3-ാം വാക്യം മുതൽ, കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരേണം. വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. From verse 28, 29 and 30. So please turn to verse 28 of chapter 40. 40-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം മുതൽ. Do you not know? Have you not heard? The Lord is the everlasting God, the creator of the ends of the earth. He will not grow tired or weary, and his understanding no one can fathom. He gives strength to the weary and increases the power of the weak. Even youth grow tired and weary, and young men stumble and fall. But those who hope in the Lord will renew their strength. They will soar on wings like eagles. They will run and not grow weary. They will walk and not faint. നിനക്കറിഞ്ഞുകൂടെയോ, നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം,
ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവൻ്റെ ബുദ്ധി അപ്രമേയമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. So Prophet Isaiah brings hope of rescue and a future, hope of a servant who will come to take their pain. യെശയ്യാ പ്രവാചകൻ ഒരു വലിയ വിടുതലിൻ്റെ പ്രതീക്ഷയാണ് നൽകുന്നത്, ഭാവിയുടെ പ്രതീക്ഷ. ഒരു നമ്മുടെ വ്യഥകളെ എല്ലാം ഏറ്റുവാങ്ങാൻ തക്കവണ്ണം ഒരു ദാസൻ ഇതാ വരുന്നു എന്നുള്ള സന്ദേശമാണ് യെശയ്യാവ് നൽകുന്നത്. Through this prophet, God is nudging the exiles to hope, and He's also nudging us now to hope. Hope that actually we need to share with everybody. പ്രവാചകന്റെ വാക്കുകളിലൂടെ ദൈവം പ്രത്യേകിച്ച് ഇസ്രായേൽ മക്കളെ, പ്രവാസത്തിലുള്ളവരെ ഒരു പ്രത്യാശയിലേക്ക് തട്ടി ഉണർത്തുകയാണ്. അതോടൊപ്പം ഇന്നുകളിൽ നമ്മെയും ദൈവം ഒരു പ്രതീക്ഷയിലേക്ക് തട്ടി ഉണർത്തുന്നു. My dearly beloved brothers and sisters of the Matoma Church, this is a message of hope that your fellow citizens throughout this country need to hear and need to know for themselves. മാർത്തോമാ സഭയിലെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ദേശത്തിലെ എല്ലാ പൗരന്മാരും കേൾക്കേണ്ടുന്ന, അവർ സ്വീകരിക്കേണ്ടുന്ന ഒരു വലിയ സന്ദേശമാണിത്. The powers of the world may be very strong. Even if we are damaged like a broken reed, says Isaiah in 42 verse 3, still God will save us. ഒരുപക്ഷെ ഈ ലോകത്തിൻ്റെ ശക്തികൾ വളരെ ശക്തമായേക്കാം. എന്നാൽ നാം വായിക്കുന്നത് യെശയ്യാ പ്രവാചന പുസ്തകം 42-ാം അധ്യായത്തിൽ ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല എന്നുള്ളതാണ്. Even if our flame is flickering and very low, God will not blow it out. There is still comfort and still hope. പുകയുന്ന തിരി കെടുത്തിക്കളയാത്ത ഒരു ദൈവമാണ്. അതുകൊണ്ട് ഈ ദൈവം നമ്മെ വീണ്ടും ആശ്വസിപ്പിക്കുന്നവനും നമുക്ക് വീണ്ടും പ്രതീക്ഷ നൽകുന്നവനുമായ ദൈവമാണ്. Comfort and hope for those who fear for their safety. പ്രാണഭയത്തിലായിരിക്കുന്നവർക്ക് ആശ്വാസവും സമാധാനവും നൽകുന്ന ദൈവം. Comfort and hope for those who are struggling to make ends meet. ജീവിത പ്രാരാബ്ധങ്ങളിൽ നട്ടം തിരിയുന്നവർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുന്ന ഒരു ദൈവം. So there is a positive attitude to the past, reconciled in Christ, which will allow me actually as a person to look forward. അതുകൊണ്ട് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെ സംതൃപ്തിയോടെ നോക്കിക്കാണുവാൻ, പ്രസാദാത്മകതയോടെ നോക്കിക്കാണുവാൻ, യേശുക്രിസ്തുവിൽ നിരപ്പ് പ്രാപിച്ച് അനുഗ്രഹീതമായി മുൻപോട്ടുള്ള വഴികളിൽ സഞ്ചരിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു വലിയ പ്രത്യാശയാണിത്. This is the message we must take to people struggling in the social, political and uncertainties of this age. ഇന്നത്തെ സാമൂഹിക രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വലിയ സന്ദേശമാണ് ഈ പ്രത്യാശയുടേത്. This is the hope we must share with people whose expectations are very low and whose faith is dying or dead, who have lost any sense of God. എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുകയും ദൈവത്തിലുള്ള വിശ്വാസം ഏതാണ്ട് മൃതമാകുകയും ചെയ്യുന്ന, ദൈവത്തെ പറ്റിയുള്ള ചിന്തകൾ പോലും ഇല്ലാതിരിക്കുന്നവർക്ക് അവരുമായി പങ്കുവെക്കേണ്ട പ്രത്യാശയുടെ സന്ദേശമാണിത്. And the word of God in scripture and the word of God in Christ never leaves us without an answer. God is forever nudging us to hope. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഉത്തരമില്ലാതെ നമ്മെ ഒരിക്കലും ഉപേക്ഷിച്ച് കളയുന്നതല്ല. ദൈവത്തിൻ്റെ വചനം നിരന്തരമായി പ്രതീക്ഷയിലേക്ക് നമ്മെ തട്ടി ഉണർത്തുന്നതാണ്. And the basis of this hope is God's love for us, revealed in Jesus Christ, always nudging us to look to Him who is our hope. ഈ ഒരു പ്രത്യാശയുടെ അടിസ്ഥാനം യേശുക്രിസ്തുവിൽ നമ്മെ സ്നേഹിച്ച ദൈവമാണ്. നിരന്തരം പ്രതീക്ഷയോടെ മുൻപോട്ട് നോക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ദൈവസ്നേഹമാണ്. Ezekiel's own message was that even in exile, even in Babylon, with no temple, there was hope. God was still with His people. അതുകൊണ്ട് യെഹെസ്കേൽ പ്രവാചകന്റെ സന്ദേശം, ഒരുപക്ഷെ നിങ്ങൾ പ്രവാസത്തിലായേക്കാം, ബാബിലോണിൻ്റെ അടിമത്തത്തിലായേക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ ദൈവാലയം നിങ്ങൾക്ക് നഷ്ടമായേക്കാം, എന്നാൽ അവിടെയും നിങ്ങൾക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. കാരണം ഈ പ്രവാസികളോട് കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. It was that hope that enabled the exiled Jews to build synagogues, and the same hope that actually 3 years ago we had a Coptic Christians in the jungle in Calais, believing a day of redemption will come, decided actually to create a little hut to worship, although they were in exile. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതീക്ഷയാണ്, പ്രത്യാശയാണ്
അവിടെയുള്ള ബാബിലോണിലെ പ്രവാസികൾക്ക് ആ ദേശത്തെ സിനഗോഗുകൾ നിർമ്മിച്ച ദൈവത്തെ ആരാധിക്കാൻ സഹായിച്ചത്. അതുപോലെ തന്നെയാണ് എത്യോപ്യയിലെ കോപ്റ്റിക് ക്രിസ്ത്യാനികൾക്ക് എല്ലാവിധമായ കൊടിയ പീഡനങ്ങൾക്ക് മധ്യത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ, വിടുതലിന് വേണ്ടി കാത്ത് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ആലയം നിർമ്മിക്കുവാൻ അവർക്ക് ഇടയായി തീർന്നത്. So this Matoma church dating back from St. Thomas may feel that its message goes unheard. I want to say to you, there are words that can open even the most closed heart. ഒരുപക്ഷേ നമ്മുടെ സഭ, നമ്മുടെ സന്ദേശം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുവെന്ന് ചിന്തിച്ചു വന്നാലും അതിൻ്റെ മധ്യത്തിൽ നാം തിരിച്ചറിയേണ്ടത് ദൈവത്തിൻ്റെ പ്രത്യാശയുടെ വാക്കുകൾ അടഞ്ഞ ഹൃദയങ്ങളെപ്പോലും തുറക്കുവാൻ പര്യാപ്തമാണ്. Namely that God believes in you more than you believe in Him. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നതിനേക്കാളേറെ അധികം ദൈവം നിങ്ങളിൽ ഓരോരുത്തരിലും വിശ്വസിക്കുന്നു എന്നതാണ് ഈ പ്രത്യാശയുടെ വാക്കുകൾ. It isn't a question of the strong wanting to hold on to a very big strong God. അതുകൊണ്ട് വളരെ ശക്തിയുള്ള ഒരു ദൈവത്തെ നമ്മൾ ഇത് ആശ്രയിക്കുന്നു എന്നത് മാത്രമല്ല. It isn't a lot of faith you need because God otherwise won't accept you. അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അളവ് കൊണ്ട് നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു ദൈവത്തെയല്ല. What you need is a simple faith in a great God. അതുകൊണ്ട് ഇന്ന് ഒരു വലിയ ദൈവത്തിൽ വളരെ സാധാരണമായ ലളിതമായ ഒരു വിശ്വാസമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. The God who makes the impossible possible. ഒരിക്കലും അസാധ്യമായതിനെ സാധ്യമാക്കുന്ന ഒരു ദൈവം. Jesus said your faith can only be as small as a mustard seed and you can say to that mountain move and it will move. കർത്താവ് പറയുകയാണ്, ഒരുപക്ഷെ നിങ്ങളുടെ വിശ്വാസം ഒരു കടുകുമണി പോലെയാണെങ്കിലും നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ പർവ്വതത്തോട് ഇവിടെ നിന്ന് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങുമെന്ന് കർത്താവ് നമുക്ക് ഉറപ്പ് നൽകുകയാണ്. What you need is not great faith but faith in a great God. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ഒരു വലിയ വിശ്വാസമല്ല, ഒരു വലിയ ദൈവത്തിലുള്ള വിശ്വാസമാണ്. The God who raised our Lord Jesus Christ from the dead. മരിച്ചവരിൽ നിന്ന് യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച ഒരു ദൈവം. So there is nothing on earth, in heaven, in hell which is stronger than God. അതുകൊണ്ട് ഭൂമിയിലും സ്വർഗത്തിലും പാതാളത്തിലും ദൈവത്തെക്കാൾ വലുതായി മറ്റൊന്നുമേ ഇല്ല. As he acted decisively in the resurrection of Jesus our Lord. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ കർത്താവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ഒരു കർത്താവാണ് നമുക്കുള്ളത്, ദൈവമാണ് നമുക്കുള്ളത്. So there is objective hope even when there is subjective despair. അതുകൊണ്ട് നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ പലപ്പോഴും ഇതാ നിരാശ നമ്മുടെ ഹൃദയത്തിൽ തിങ്ങി നിറയുമ്പോഴും വസ്തുനിഷ്ഠമായ ഒരു പ്രത്യാശയുടെ അനുഭവം ഇതാ നമുക്ക് മുൻപിലുണ്ട്. A friend of mine has said that hope is believing in spite of the evidence and watching the evidence change. എൻ്റെ ഒരു സുഹൃത്ത് ഇതിനെ ഇപ്രകാരമാണ് നിർവചിച്ചത്. അത് യഥാർത്ഥ പ്രത്യാശ എന്ന് പറയുന്നത് പ്രത്യേകമായ തെളിവുകൾ ഇല്ലാതെ ഇരിക്കുമ്പോഴും ആ തെളിവുകൾ മാറി മറിയുമ്പോഴും നാം ദൈവത്തിൽ വിശ്വസിക്കുന്നതാണ്. I'm going to give you two examples of what I mean by hope is believing in spite of the evidence and watching the evidence change. തെളിവുകൾ ഇല്ലാതിരിക്കുമ്പോഴും വിശ്വസിക്കുകയും മാറുന്ന തെളിവുകളെ കാണുകയും ചെയ്യുന്നതാണ് പ്രത്യാശ എന്നതിന് ഞാൻ രണ്ട് ദൃഷ്ടാന്തങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. The first example is Archbishop Desmond Tutu under house arrest in St. George's Cathedral in Cape Town in 1989. In that place, he was dancing and joyfully imploring the security forces who were 3 feet deep inside the cathedral, and he said some wonderful things to them. അതുകൊണ്ട് ഒന്നാമത്തെ എൻ്റെ ദൃഷ്ടാന്തം ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനത്തിനെതിരായി പോരാടിയ നമുക്ക് ഏവർക്കും അറിയാവുന്ന ആർച്ച് ബിഷപ്പ് ഡെസ്മണ്ട് ടുറ്റുവിൻ്റെയാണ്. 1989 കേപ്പ് ടൗണിലെ സെയിൻറ്റ് ജോർജസ് കത്തീഡ്രലിൽ സൈന്യം അദ്ദേഹത്തെ തടവിലാക്കിയപ്പോൾ ആ തടവിൽ കിടന്നുകൊണ്ട് കത്തീഡ്രലിന് ഉള്ളിൽ നിന്നുകൊണ്ട് ആനന്ദ നൃത്തം ആടിക്കൊണ്ട് അദ്ദേഹം ഇപ്രകാരമാണ് അവിടെയുള്ള സൈനികരോട് വിളിച്ചു പറഞ്ഞത്. This is what he said. You are powerful. You are very powerful, but you are not gods, and I serve a God who cannot be mocked. So since you've already lost, I invite you today to come and join the winning side. Apartheid is already ended. ഡെസ്മണ്ട് ടുറ്റു ഇപ്രകാരമാണ് അവിടെയുള്ള സൈനികരോട് വിളിച്ചു പറഞ്ഞത്. നിങ്ങൾ ശക്തരാണ്, നിങ്ങൾ വളരെ ശക്തരാണ്, എന്നാൽ നിങ്ങൾ ഒരിക്കലും ദൈവങ്ങളല്ല. ഞാൻ സേവിക്കുന്നത് ഒരിക്കലും നിങ്ങൾക്ക് നിന്ദിക്കുവാൻ കഴിയാത്ത ഒരു ദൈവത്തെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ പരാജിതരാകയാൽ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്, നിങ്ങൾ എന്നോടൊപ്പം ചേരുക, വിജയിക്കുന്ന ഒരു കൂട്ടരോടൊപ്പം ചേരുക. എന്തുകൊണ്ടെന്നാൽ വർഗവിവേചനം ഇതാ പരാജയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു.
and this is saying it in 1989, and apartheid began to end in 1994. ഇത് ആർച്ച് ബിഷപ്പ് ഡെസ്മൻഡ് ടുറ്റു ഉറക്കെ വിളിച്ചു പറഞ്ഞത് 1989 എന്നാൽ അതിന് വർഷങ്ങൾക്ക് ശേഷമാണ് 94 വർണ്ണവിവേചനം അവിടെ അവസാനിച്ചത്. If God has said it, it's already has happened. ദൈവം ഇങ്ങനെ പ്രസ്താവിച്ചുവെങ്കിൽ അതിനർത്ഥം അത് നിശ്ചയമായും സംഭവിച്ചു കഴിഞ്ഞു എന്നത് തന്നെയാണ്. I'll give you an example of the Blessed Virgin Mary. She wasn't pregnant. She visits her sister and she begins to sing a song, "My soul glorifies the Lord." She wasn't even pregnant, but she knew if God promised it, it already is. അതുകൊണ്ട് കന്യക മറിയാമിന്റെ പാട്ട് നമുക്കറിയാമല്ലോ. അവൾ ഗർഭവതിയാകുന്നതിന് മുൻപ് തന്നെ തൻ്റെ ചർച്ചക്കാരെ എലിസബത്തിനെ കണ്ടുമുട്ടുമ്പോൾ അവൾ ഉറക്കെ വിളിച്ചു പറയുകയാണ്, എൻ്റെ ദേഹി കർത്താവിൽ സന്തോഷിക്കുന്നുവെന്ന്. അവളുടെ ജീവിതത്തിൽ അത് സംഭവിക്കുന്നതിന് മുൻപ് തന്നെ ദൈവത്തിൻ്റെ ദൂതൻ പ്രസ്താവിച്ചതുകൊണ്ട് അത് സംഭവിച്ചു എന്ന് അനുഭവിക്കാൻ, അത് പ്രസ്താവിക്കാൻ കന്യക മറിയാമിന് കഴിയുന്നു. And the second example of hope, believing in spite of the evidence and watching the evidence change, is also from South Africa, this time the Cape. അതുപോലെ തെളിവുകൾ ഇല്ലാതിരിക്കുമ്പോഴും തെളിവുകൾ മാറുമ്പോഴും തെളിവില്ലാതെ വിശ്വസിക്കാൻ കഴിയുന്ന പ്രത്യാശയുടെ മറ്റൊരു ദൃഷ്ടാന്തം ഇതാ ദക്ഷിണാഫ്രിക്കയിലെ ആ മുനമ്പിൽ തന്നെയാണ്. Vasco da Gama, a Portuguese navigator who first rounded the Cape of Storms, a cape that had defeated and killed many earlier sailors in their desire to get to India. വാസ്കോ ഡി ഗാമ നമുക്കറിയാമല്ലോ, പോർച്ചുഗീസുകാരനായ ഒരു നാവികനാണ്. ആദ്യമായി ആ ദക്ഷിണാഫ്രിക്കയിലെ മുനമ്പിനെ, കൊടുങ്കാറ്റ് മുനമ്പിനെ കടന്ന് എത്തുന്ന, അതിനെ വിജയിക്കുന്ന മനുഷ്യനാണ്. അനേകർ ആ മുനമ്പിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ പരാജയപ്പെട്ട് മരണമടഞ്ഞുവെങ്കിലും ആദ്യമായി അതിൽ വിജയിക്കുന്നത് വാസ്കോ ഡി ഗാമയാണ്. Da Gama sailed to India to the astonishment of many in 1997, and in doing so he turned the Cape of Storms, because there were a lot of storms around there and actually sinking every ship that came through. He managed to sail through and changed it from the Cape of Storms to the Cape of Good Hope. കൊടുങ്കാറ്റുകളുടെ മുനമ്പിനെ അതിജീവിക്കുന്ന വാസ്കോ ഡി ഗാമ കൊടുങ്കാറ്റിൻ്റെ മുനമ്പിന് ഒരു പുതിയ പേർ നൽകുകയാണ്, ശുഭ പ്രത്യാശയുടെ മുനമ്പ്. Very much like our Lord Jesus Christ, turning the grave into a bed of hope by his resurrection. നമ്മുടെ കർത്താവായ യേശു തൻ്റെ മഹത്വകരമായ ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ട് ശവക്കല്ലറയെ പ്രത്യാശയുടെ കിടക്കയായി രൂപാന്തരപ്പെടുത്തുന്നു. God believes in us more than we believe in ourselves. നാം നമ്മിൽ വിശ്വസിക്കുന്നതിനുപരിയായി ദൈവം നമ്മിൽ വിശ്വസിക്കുന്നു. You and I have been made in God's image and likeness and wonderfully redeemed in Christ. Therefore, there's more to us than self. We have a soul. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നിർമ്മിക്കപ്പെട്ടവരാകയാൽ നമ്മുടെ ശരീരങ്ങൾക്കപ്പുറമായ ഒരു ആത്മാവ് നമ്മുടെ ശരീരത്തിൽ വസിക്കുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയണം. So let us comfort every heart that's troubled, that in Jesus Christ there is hope. അതുകൊണ്ട് വേദനപ്പെടുന്ന വ്രണമായിരിക്കുന്ന എല്ലാ ഹൃദയങ്ങളെയും യേശുക്രിസ്തുവിലുള്ള വലിയ പ്രത്യാശയാൽ നമുക്ക് ശക്തീകരിക്കാം, സമാധാനപ്പെടുത്താം. Those whose hearts are dismayed, the uncertainty and turmoil of the world events, and by the erratic actions of political leaders, we can say to them, in Jesus Christ you have hope. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ പ്രശ്നങ്ങളിലും പലതരമായ വലിയ പ്രതിസന്ധികളിലും നട്ടം തിരിയുന്നവരോട് നമുക്ക് പറയാൻ കഴിയുന്നത് യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് യഥാർത്ഥ പ്രതീക്ഷയുണ്ട് എന്ന് തന്നെയാണ്. Offer comfort and hope for those who fear for the future, whose experience of life is like that last line in Meatloaf's song. അതുകൊണ്ട് ഭാവിയെപ്പറ്റി വേദനപ്പെടുന്നവർക്ക്, ഭയപ്പെടുന്നവരോട് അവരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നത് കർത്താവ് നൽകുന്ന ഈ വലിയ പ്രത്യാശയാണ്. It has a very despairing line which says, the future ain't what it used to be. അതുകൊണ്ട് വളരെ പ്രശസ്തമായ ഒരു ഗാനത്തിൻ്റെ വരികളിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഒരിക്കലും ഇനിയും നമ്മുടെ ഭാവി പണ്ടത്തേതുപോലെ പ്രതീക്ഷാ നിർഭരമല്ല എന്നാണ്. The future isn't what it used to be. ഒരിക്കലായിരുന്നതുപോലെ ശുഭകരമല്ല എന്ന നിരാശയുടെ വാക്കുകളാണ് പ്രശസ്തമായ ഒരു ഗാനത്തിലുള്ളത്. So what kind of vision for the future are you going to have as this beloved church of Matoma? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാർത്തോമാ സഭയെ ഭാവിയെപ്പറ്റി എങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടാണ് നിങ്ങൾക്കുള്ളത്? What does hope look like for the youngest of our children?
അതുകൊണ്ട് ഈ സഭയുടെ ഏറ്റവും ചെറിയവർക്ക്, കുട്ടികൾക്ക് ഭാവിയെ പറ്റിയുള്ള അവരുടെ ആഗ്രഹങ്ങളും അവരുടെ പ്രതീക്ഷകളും എന്താണ്? With confidence in Christ, you ought to say the security of a home and a family who love and protect them. ഒരു ഭവനത്തിൻ്റെ സുരക്ഷിതത്വവും അവരെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബത്തിൻ്റെ സാന്നിധ്യവുമാണ് നമുക്ക് അവർക്ക് വാഗ്ദാനം ചെയ്യുവാൻ കഴിയുന്നത്. As forgiven sinners and members of the body of Christ who are all in constant need of forgiveness, let us take our Lord's words about children and our responsibility towards them very seriously. ക്ഷമിക്കപ്പെട്ട പാപികൾ എന്ന നിലയിൽ, എപ്പോഴും ക്ഷമ ആവശ്യമായിരിക്കുന്നവർ എന്ന നിലയിൽ നമ്മുടെ കർത്താവിൻ്റെ കുഞ്ഞുങ്ങളെ പറ്റിയുള്ള വാക്കുകളെ, അതിൻ്റെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വത്തെ വളരെ ഗൗരവമായി നമുക്ക് സ്വീകരിക്കുകയും അത് നമ്മുടെ ഭാഗമാക്കുകയും ചെയ്യാം. This means the Matoma Church being free of any systemic failure in relation to safeguarding children. അതുകൊണ്ട് കുട്ടികൾക്ക് സുരക്ഷ നൽകുന്ന സംവിധാനങ്ങൾക്ക് ഒരിക്കലും ഒരു പാളിച്ചയും ഈ സഭയിൽ ഉണ്ടാകരുത് എന്ന് നാം പ്രതീക്ഷിക്കുന്നു. The church which welcomes children as members of the kingdom of God in the way Jesus welcomed them. യേശുക്രിസ്തു എപ്രകാരമാണ് കുഞ്ഞുങ്ങളെ തൻ്റെ രാജ്യത്തിലേക്ക് സ്വീകരിച്ചത്, അതുപോലെ ഈ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും സ്വീകരിക്കുവാൻ ഈ സഭയ്ക്ക് സാധിക്കണം. In Matthew 18 verse 6, Jesus had some very tough words to say. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ കർത്താവ് കഠിനമായ ചില വാക്കുകൾ പറയുന്നുണ്ട്. He said this, anyone who trips up one of these little ones who believe in me, it's better for that person to have a donkey's millstone hang around his neck and be drowned in the open sea. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ, എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവൻ്റെ കഴുത്തിൽ വലിയൊരു തിരിക്കല്ല് കെട്ടി അവനെ സമുദ്രത്തിൻ്റെ ആഴത്തിൽ താഴ്ത്തിക്കളയുന്നവന് നന്ന്. A church that treats children in the same way Jesus treated them, as part of the kingdom. യേശു കർത്താവ് എങ്ങനെയാണോ കുഞ്ഞുങ്ങളെ തൻ്റെ രാജ്യത്തിൻ്റെ അംശികളാക്കി തീർത്തത്, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്ന ഒരു സഭ. What do we do? Where is hope for those who've been survivors or victims of abuse? The answer is, we are with you. Total solidarity with them. പലതരം പീഡനങ്ങൾക്ക് ഇരയാക്കപ്പെട്ടവരും പീഡനങ്ങളെ അതിജീവിച്ചവരോടും എങ്ങനെയാണ് അവർക്ക് ഈ പ്രത്യാശ ഒരു യാഥാർത്ഥ്യമായി തീരുന്നത്? അതിന് ഉത്തരം ഇങ്ങനെയാണ്, നമ്മൾ അവരുമായി, സഭ അവരുമായി പൂർണ്ണമായ ഐക്യദാർഢ്യത്തിൽ ഏർപ്പെടുക എന്നുള്ളത് തന്നെയാണ്. A willingness to stand in their shoes. പീഡനം അനുഭവിക്കുന്നവരെയും ഇരയാക്കപ്പെട്ടവരുടെയും ജീവിത അനുഭവങ്ങളോട് പൂർണ്ണമായി താദാത്മ്യം പ്രാപിക്കുന്ന ഒരു സഭ. What does hope look like for our teenagers? കൗമാരക്കാർക്ക് ഈ പ്രതീക്ഷ എന്താണ് അവർക്ക് നൽകുന്നത്? The answer is the possibility of a job, an affordable course of study, freedom from bullying and threat via social media, ability to grow, be valued as individuals with new gifts, with fresh generosity, and seeing them in our church as gifted to minister. കൗമാരക്കാർക്ക് എന്താണ് ദൈവം നൽകുന്ന ഈ പ്രത്യാശ? അത് അവരെ സംബന്ധിച്ച് ഒരു ജോലിക്ക്, ഒരു തൊഴിലിനുള്ള സാധ്യതയാണ്. അവരെ സംബന്ധിച്ച് താങ്ങാനാവുന്ന ഒരു വിദ്യാഭ്യാസത്തിനുള്ള സാധ്യതയാണ്. അതോടൊപ്പം സമൂഹ മാധ്യമങ്ങളിലും മറ്റ് അവരുടെ സമപ്രായക്കാരിൽ നിന്നുള്ള ഭീഷണിയും അക്രമത്തിൽ നിന്നുമുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. അതോടൊപ്പം വ്യക്തികളെന്ന നിലയിൽ സഭയിലൊക്കെയും അവരുടെ ശുശ്രൂഷകൾ, അവരുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തുവാൻ താല്പര്യമുള്ള, അവരെ സ്വീകരിക്കുന്ന ഒരു സഭയാണ് അവർക്ക് പ്രതീക്ഷ നൽകേണ്ടത്. What does hope look like for young adults? യുവാക്കളെ സംബന്ധിച്ച് എന്താണ് ഈ പ്രത്യാശയുടെ അർത്ഥം? This church ought to say excitement and discovery of what you are capable of. We want you to flourish. We want to love you. We want to have the possibility of generous, creative relationships. We want you to live as someone for whom Jesus died. യുവാക്കളെ സംബന്ധിച്ചുള്ള വലിയ ദൈവത്തിൻ്റെ പ്രതീക്ഷ അവരുടെ കഴിവും പ്രാപ്തിയും അവർ കണ്ടെത്തണമെന്നുള്ളതാണ്. അവർ വിജയിക്കുന്ന മേഖലകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. നല്ല ബന്ധങ്ങൾ, നല്ല സ്നേഹം അവരുടെ ഹൃദയത്തിൽ ഉളവാകണം എന്നുള്ളത് തന്നെയാണ്. അവർ ചില കാര്യങ്ങളിൽ വിജയിക്കണം എന്നുള്ളതാണ് സഭയ്ക്ക് അവരെ പറ്റിയുള്ള വലിയ പ്രത്യാശ. What does hope look like for people who are not like us, people who are on the margins of everything? അതുകൊണ്ട് നമ്മെ പോലെ അല്ലാത്തവർ, നമ്മിൽ നിന്നും ഏറെ വ്യത്യസ്തരായ അതിരുകളിലുള്ളവർക്ക് ഈ പ്രത്യാശ എന്താണ് അവരെ സംബന്ധിച്ച് അർത്ഥമാകുന്നത്? Answer: freedom from bigotry and hatred, an environment in which they and us all can flourish.
വിദ്വേഷത്തിൽ നിന്നും വെറുപ്പിൽ നിന്നുമുള്ള ഒരു സ്വാതന്ത്ര്യമാണ് അവർ ആഗ്രഹിക്കുന്നത്. സ്വാതന്ത്ര്യത്തിൽ അവരുടെ ജീവിതമേറെ അനുഗ്രഹകരമാകുവാനുള്ള ഒരു സാധ്യതയാണ്, അതിനുള്ള സാഹചര്യങ്ങളാണ് അവർ പ്രതീക്ഷിക്കുന്നത്, പ്രത്യാശിക്കുന്നത്. Recognizing that our true identity as Christians is only in Christ and in Christ alone, and we would like them too to be in Christ. നമ്മുടെ യഥാർത്ഥമായ ആളത്വം നാം ആരാണെന്നുള്ളത് നമുക്ക് യേശുക്രിസ്തുവിൽ മാത്രമേ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. യേശുക്രിസ്തുവുമായി ബന്ധത്തിൽ വളരുന്ന ഒരു ആളത്വത്തിലേക്ക് അവരെ നയിക്കുവാൻ നാം സന്നദ്ധരാകണം, നാം ബാധ്യസ്ഥരാണ്. What does hope look like for the middle-aged? മധ്യവയസ്കരെ സംബന്ധിച്ച് ഈ പ്രതീക്ഷയുടെ അർത്ഥം എന്താണ്? That while they're still on earth, they still got a ministry within the life of the church. ഒരുപക്ഷെ അവർക്ക് സഭയ്ക്കുള്ളിൽ അവരുടെ ജീവിതം കൊണ്ട് ഒരു ശുശ്രൂഷയ്ക്കുള്ള സാധ്യത ഉണ്ടാകണം. What does hope look like for older people? മുതിർന്നവരെ സംബന്ധിച്ച് ഈ പ്രത്യാശ എന്താണ് പറയുന്നത്? That even in old age, the Lord can still use you. നിങ്ങളുടെ മുതിർന്ന പ്രായത്തിലും ദൈവത്തിന് നിങ്ങളെ ഇപ്പോഴും ഉപയോഗിക്കുവാൻ സാധിക്കും. നിങ്ങളെ കൊണ്ട് ദൈവത്തിന് ഉപയോഗമുണ്ട് എന്നുള്ളതാണ് അവർക്കുള്ള സദ്വർത്തമാനം. If you think I'm simply using words, look at your metropolitan. ഞാൻ വെറുതെ പറയുകയല്ല, നിങ്ങളുടെ മെത്രാപ്പോലിത്ത തിരുമേനിയെ നിങ്ങൾ ശ്രദ്ധിക്കുക. He's nearing 90. അഭിവന്യ തിരുമേനിക്ക് 90 വയസ്സിനോട് അടുക്കുന്നു. Still God has a job for him to do. ഈ മെത്രാപ്പോലിത്തായിക്ക് ദൈവം ഇപ്പോഴും ചുമതലകളും ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിക്കുന്നു. Age is no hindrance for ministry. ഒരിക്കലും ദൈവിക ശുശ്രൂഷയ്ക്ക് പ്രായം ഒരു പ്രശ്നമല്ല. When I became 10 years of age and I became a Christian in Christ, even at the age of 10, I was witnessing to people. Age is no limit to what God can do through you. 10 വയസ്സുള്ളപ്പോൾ ഞാൻ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞപ്പോൾ ആ പ്രായം മുതൽ ഞാൻ യേശുവിനെ സാക്ഷിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഒരു പ്രായം ഒരിക്കലും സുവിശേഷ വേലയെ സംബന്ധിച്ച് ഒരു പ്രശ്നമേ അല്ല. My hope is that when the metropolitan reaches 100, I'll come back and celebrate his centenary. എൻ്റെ വലിയ പ്രതീക്ഷ നമ്മുടെ അഭിവന്യ മെത്രാപ്പോലിത്ത തിരുമേനി 100 വയസ്സ് തികയുമ്പോൾ അത് ആഘോഷിക്കാൻ ഞാനും ഇവിടെ വന്നു ചേരും എന്നുള്ളത് തന്നെയാണ്. You see, the Martoma Church must be a church which sees itself as an embassy. മർത്തോമ സഭ അതിനെ തന്നെ ഒരു സ്ഥാനപതി കാര്യാലയമായി കരുതണം. A foretaste of heaven. സ്വർഗത്തിന്റെ ഒരു മുന്നാസ്വാദനമായി അതിനെ മനസ്സിലാക്കുവാൻ കഴിയണം. Where God's will is perfectly being done. ദൈവത്തിന്റെ ഹിതം ഏറ്റവും ഭംഗിയായി നിർവഹിക്കപ്പെടുന്ന ഒരു ഇടമായി കാണുവാൻ സാധിക്കണം. A place of secure love. യഥാർത്ഥമായി ഏറ്റവും സുരക്ഷിതമായ അനുഗ്രഹീതമായ സ്നേഹം പങ്കുവയ്ക്കുന്ന ഇടമായി തീരണം ഈ സഭ. A secure future in Christ sustained by his generous friendliness. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ ഏറ്റവും അനുഗ്രഹീതവും സുരക്ഷിതവുമായ ഒരു ഭാവി അനുഭവിക്കുന്ന ദൈവസ്നേഹത്തിൽ നിറയപ്പെടുന്ന ഒരു അനുഭവമായി തീരണം ഈ സഭ. Not just now, but for eternity. അത് ഇപ്പോൾ മാത്രമല്ല, നിത്യതയോളം അങ്ങനെ തന്നെ. And I loved that song we sang, which said, we are looking forward for Jesus Christ to come again, but my faith shows me that he's with me every day. അതുകൊണ്ട് നാം പാടിയതുപോലെ എനിക്ക് ആ പാട്ട് ഏറെ ഇഷ്ടമായി. കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക, പക്ഷേ ഇന്നത്തെ ജീവിതങ്ങളിൽ അവൻ നമ്മോട് കൂടെയുണ്ട് എന്ന് ഞാൻ അനുഭവിച്ചറിയുന്നു. So what should be our invitation to a God who says, I am your hope? അതുകൊണ്ട് ദൈവം നമ്മോട് പറയുകയാണ്, ഞാനാണ് നിങ്ങളുടെ പ്രത്യാശ. First of all, loving people unconditionally and showing them that actually we do love them. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് മറ്റുള്ളവരെ ഉപാധികളില്ലാതെ സ്നേഹിക്കുക എന്നുള്ളതാണ്. Invite them to share our joy and our hope in Jesus. അതുകൊണ്ട് നമ്മുടെ യേശുക്രിസ്തുവിലുള്ള സന്തോഷവും ആനന്ദവും അവരുമായി പങ്കുവയ്ക്കുവാൻ നമുക്ക് സാധിക്കണം. Telling them that yes, life may be tough, but actually hope is present because God himself hopes and believes in you. അതുകൊണ്ട് നമുക്ക് അവരോട് പറയാൻ കഴിയുന്നത്, ഒരുപക്ഷെ ജീവിതം വളരെ കടുപ്പമുള്ളതായിരിക്കാം, പരിപരുത്തതായിരിക്കാം, എന്നാൽ യേശുക്രിസ്തു ഈ ദൈവം അവൻ നമ്മിൽ വിശ്വസിക്കുന്ന ദൈവമാണ്, നമ്മെ സ്നേഹിക്കുന്ന കർത്താവാണ്. Becoming that new creation in Christ and Christ in us, being of one mind with Christ, our mission being indistinguishable from his. അതുകൊണ്ട് നാം കർത്താവിൻ്റെ മനസ്സുള്ളവരായി തീരുമ്പോൾ നമ്മുടെ ജീവിതവും നമ്മുടെ ദൗത്യവും തമ്മിൽ വേർപിരിക്കുവാൻ കഴിയാതെ വണ്ണം ഒന്നായി തീരും. David Bosch said in his book Witness to the World, the Christian Mission in Theological Perspective, said these words: if the church is in Christ, she is involved in mission. Her whole existence then has a missionary character. ഡേവിഡ് ബോഷ് എന്ന
മിഷൻ ചിന്തകൻ ഇപ്രകാരം പറയുന്നുണ്ട്: സഭ ക്രിസ്തുവിലായിരിക്കുമ്പോൾ സഭ എപ്പോഴും ദൗത്യത്തിൽ ഇടപെടും. സഭയുടെ പൂർണ്ണമായ നിലനിൽപ്പ് തന്നെ, സഭയുടെ നിലനിൽപ്പ് ആത്യന്തികമായി അതിന് ഒരു ദൗത്യ സ്വഭാവമുണ്ട്. And as Dr. Rowan Williams, former Archbishop of Canterbury, put it, it is not the church of God that has a mission. It is not the church of God that has a mission. അതുകൊണ്ട് കാൻറ്റർബറി ആർച്ച് ബിഷപ്പായിരുന്ന റൈറ്റ് ഡോക്ടർ റോവൻ വില്യംസ് ഇപ്രകാരമാണ് പറഞ്ഞിട്ടുള്ളത്: ദൈവത്തിൻ്റെ സഭയ്ക്ക് ഒരു ദൗത്യമുണ്ട് എന്നുള്ളതല്ല. ദൈവത്തിൻ്റെ It is the God of mission that has a church. ദൈവത്തിൻ്റെ ദൗത്യത്തിന് ഒരു സഭയുണ്ട് എന്നുള്ളത് തന്നെയാണ് വസ്തുത. Brothers, may we get this absolutely clear. It is not the church of God that has a mission. ഇത് വ്യക്തമാക്കട്ടെ എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സഭയ്ക്ക് ഒരു ദൗത്യമുണ്ട് എന്ന് അല്ല. It is the God of mission who has a church. ദൗത്യത്തിൻ്റെ ദൈവത്തിന് ഒരു സഭയുണ്ട്. So the whole focus should be on God, not on what we think we are doing as mission. അതുകൊണ്ട് നാം എന്ത് ചെയ്യുന്നു എന്നതിൽ അല്ല നാം നമ്മുടെ ശ്രദ്ധ ഊന്നേണ്ടത്. My brother Daniel Ho yesterday talked about this faith being a fight, and he told us at the heart of it, the beginning of it is worship, witness, and making sure that we're the sort of people who day by day are saying to everybody, the God of mission has a church. അതുകൊണ്ട് നിരന്തരമായി ഇന്നലെ കേട്ട പ്രസംഗത്തിലെ പോലെ വിശ്വാസത്തെപ്പറ്റി, വിശ്വാസം ഒരു വലിയ പോരാട്ടമാണ് എന്ന് ഓർമ്മിപ്പിച്ചതുപോലെ നാം നമ്മുടെ ദൗത്യത്തിൽ, ദൈവത്തിൻ്റെ ദൗത്യത്തിലാണ് നാം നിരന്തരമായി നിലനിൽക്കേണ്ടത്. So the need of each congregation is recognized to take on the very life of Christ, whose whole purpose was to spread the good news to all that he met. അതുകൊണ്ട് കർത്താവ് തന്നെ കണ്ടുമുട്ടിയ എല്ലാവരോടും ദൈവത്തിൻ്റെ സ്നേഹത്തെപ്പറ്റി പങ്കിടുകയുണ്ടായല്ലോ. Now, there are so many schemes of trying to bring life and dealing with the dimension of the world, but actually often there are three things that are missing in the life of the church. നാം പല കാര്യങ്ങളും പല സംവിധാനങ്ങളും നമുക്കുണ്ടായിരിക്കുമെങ്കിലും പലപ്പോഴും നമ്മുടെ സംവിധാനങ്ങളിൽ ചില കാര്യങ്ങൾ നാം അവിടെ ഇല്ലാതെ ഇരിക്കുന്നുണ്ട്. മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. The dimension of sin and forgiveness. ഒന്നാമതായി പാപമെന്ന യാഥാർത്ഥ്യത്തെയും പാപക്ഷമ എന്ന അനുഭവത്തെയും. You see, the body of Christ must always keep alive by living as an international community of forgiven sinners and of the Lord Jesus who forgives. അതുകൊണ്ട് തന്നെ ക്രിസ്തു ശരീരമാകുന്ന സഭ പാപക്ഷമ ലഭിച്ച ആളുകളുടെ ഒരു ആഗോള കൂട്ടായ്മയായി നിരന്തരമായി നമ്മോട് ക്ഷമിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ തുടരേണ്ടതാണ്. The church needs to challenge the world's assumptions and showing that the world's greatest need is to be brought in humility and repentance into the love and obedience of God. That's the world's need today. ഇന്ന് ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവസന്നിധിയിലേക്ക് വിനയത്തോടെ, യഥാർത്ഥ മാനസാന്തരത്തോടെ, അനുസരണത്തോടെ ചേർന്ന് വരിക എന്നുള്ളത് തന്നെയാണ്. So amidst this deep involvement in the service of the community, the church must keep alive for its own members and strive to keep alive for others three unchanging gospel realities. സമൂഹത്തിനു വേണ്ടിയുള്ള തങ്ങളുടെ ശുശ്രൂഷയുടെ മധ്യത്തിൽ നിരന്തരമായി സഭ മൂന്ന് കാര്യങ്ങൾ സജീവമായി സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഒരിക്കലും മാറ്റപ്പെടാൻ സാധിക്കാത്തവണ്ണം സുവിശേഷത്തിൻ്റെ മൂന്ന് യാഥാർത്ഥ്യങ്ങൾ സഭ കണ്ടെത്തി അതിനെ സജീവമായി നിലനിർത്തണം. The first is the reality of divine forgiveness as providing the keystone of Christian ethics. ഒന്നാമതായി ക്രിസ്തീയ ധാർമ്മികതയുടെ അടിസ്ഥാനമായി ദൈവികമായ ക്ഷമയെ നാം എപ്പോഴും സ്വീകരിക്കണം. The Christian community is the forgiven community. Its ground of its relationship to God and the basis of humility of its service to men and women. We go to people because we are forgiven people. ക്രിസ്തീയ സമൂഹം പാപക്ഷമ പ്രാപിച്ച സമൂഹമാണ്. ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിൻ്റെയും ലോകത്തോടുള്ള നമ്മുടെ ശുശ്രൂഷയുടെയും അടിസ്ഥാനം നമുക്ക് ലഭ്യമായിട്ടുള്ള നാം അനുഭവിച്ച പാപക്ഷമയുടെ അനുഭവമാണ്. The second reality is the kingdom of God. രണ്ടാമത്തെ സുവിശേഷ യാഥാർത്ഥ്യം ദൈവരാജ്യം എന്നുള്ളതാണ്. God's promised future
gives meaning to our existence now, defines this infinite worth of every man, woman, and child, and provides the perspective in which life's problems actually are seen. See everything through the eyes of the kingdom of God. എല്ലാത്തിനെയും ഈ ലോകത്തിൻ്റെ എല്ലാ യാഥാർത്ഥ്യങ്ങളെയും ദൈവരാജ്യത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ കാണുമ്പോൾ ഇന്നത്തെ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുകയും എല്ലാ മനുഷ്യ ജീവിതങ്ങൾക്കും യഥാർത്ഥമായ മൂല്യം ലഭിക്കുകയും അത് പുരുഷനാകട്ടെ, സ്ത്രീയാകട്ടെ, കുട്ടിയാകട്ടെ എല്ലാവർക്കും ദൈവം നൽകുന്ന മൂല്യം കണ്ടെത്തുവാൻ കഴിയുകയും ചെയ്യും. The third reality is worship. മൂന്നാമത്തെ യാഥാർത്ഥ്യം ആരാധന എന്നുള്ളതാണ്. It's worship that is not apart from the life of the world, but set right in the heart of life, a practice of adoration, contemplation in the midst of a very busy world. ലോകത്തിൽ നിന്നും അന്യമായ ഒരു ആരാധനയല്ല ഇവിടെ, എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് തന്നെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ആരാധനയുടെ അനുഭവമാണ്. ഈ ലോകത്തിൻ്റെ തിരക്കുകളുടെ മധ്യത്തിൽ ധ്യാനാത്മകത കണ്ടെത്തുന്നതാണ് യഥാർത്ഥ ആരാധന. Committees can be good and useful things, but actually what God's mission requires is for every member of the body of Christ actually in this country to become that message, to be the word of God. ഒരുപക്ഷെ പ്രത്യേക ലക്ഷ്യത്തിനു വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ള സമിതികൾക്ക് അതിൻ്റെതായ പ്രയോജനമുണ്ടാകാം. എന്നാൽ സമിതി അംഗങ്ങൾക്ക് മാത്രമുള്ളതല്ല ഈ സുവിശേഷ വേല. എല്ലാവർക്കും, ഈ സഭയുടെ എല്ലാ അംഗങ്ങൾക്കും അവർ ഈ പ്രേക്ഷിത വൃത്തിയിൽ പങ്കുകാരാകുകയും അങ്ങനെ അവർ തന്നെ ദൈവത്തിൻ്റെ വചനമായി രൂപാന്തരപ്പെടുകയും വേണം. We are made in God's image and wonderfully redeemed in Jesus. That means in the end that his purpose is our purpose. നാം ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാകയാൽ ദൈവത്തിൻ്റെ ലക്ഷ്യം തന്നെയാണ്, ഉദ്ദേശം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെയും ലക്ഷ്യവും ഉദ്ദേശ്യവും. This image redeemed Jesus isn't a suit or clothes we put on each Sunday or even each morning. It's the whole essence. So that's what actually people see. They see people who have actually been forgiven, redeemed, who worship God, and day by day Jesus is as close to them as much as your breath. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള ദൈവത്തിൻ്റെ സാദൃശ്യം എന്നത് നാം ഓരോ ദിനവും എടുത്തണിയുന്ന വസ്ത്രങ്ങളിലല്ല, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഉണ്മയിൽ, അതിൻ്റെ സത്തയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ദൈവത്തിൻ്റെ ഹിതമെന്നത്, ദൈവത്തിൻ്റെ സ്വരൂപമെന്നത് നമ്മുടെ ശ്വാസം പോലെ നമ്മുടെ ജീവിതത്തോട് ഉൾച്ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ്. So let's live this evening with this message of hope to people we live amongst. First, to search our hearts, that we truly know where our own hope comes from. അതുകൊണ്ട് നമ്മൾ ഈ പ്രതീക്ഷ പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ തന്നെ നമുക്ക് ശോധന ചെയ്യാം. എവിടെ നിന്നാണ് യഥാർത്ഥമായി ദൈവം നൽകുന്ന ഈ പ്രത്യാശ നമുക്ക് ലഭ്യമാകുന്നത്? And we model ourselves from him from whom hope comes. നമുക്ക് പ്രത്യാശ നൽകുന്ന ദൈവത്തിന് അനുസൃതമായി നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുമ്പോൾ, രൂപാന്തരപ്പെടുവാൻ അനുവദിക്കുമ്പോൾ യഥാർത്ഥമായി നാം ഈ പ്രത്യാശയുടെ പതാകവാഹകരായി മാറുന്നു. As the Apostle Peter told the exiles in the dispersion in Pontus, in Galatia, in Cappadocia, in Asia and Bithynia, you see these wonderful words from 1 Peter 3 verses 13 to 16. അപ്പോസ്തലനായ പൗലോസ് പൊന്തോസിലും ഗലാത്തിയിലും കപ്പദോക്യയിലും ആസിയയിലും ബിഥുന്യയിലുമുള്ള ചിതറിപ്പാർക്കുന്നവർക്ക് ഇപ്രകാരം എഴുതുകയാണ്. He said this, don't be intimidated, and in verse 5:15, but in your hearts sanctify Christ as Lord. Always be ready to make your defense to anyone who demands from you an accounting for the hope that is in you. Yet do it with gentleness and reverence. പത്രോസിന്റെ ഒന്നാം ലേഖനം 3-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തുന്നു. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പീൻ. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. God is nudging us to hope. ദൈവം നമ്മെ ദൈവിക പ്രത്യാശയിലേക്ക് പ്രചോദിപ്പിക്കുകയാണ്. Let us respond joyfully now and every day because Jesus is our hope. നമുക്ക് അതിനോട്, ഈ പ്രത്യാശയോട് സന്തോഷത്തോട് പ്രതികരിക്കാം. എന്തുകൊണ്ടെന്നാൽ യേശു കർത്താവാണ് നമ്മുടെ പ്രത്യാശ. And all we can do is to pray, come Holy Spirit, kindle in us the fire of your love. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ, ഇങ്ങനെ പ്രാർത്ഥിക്കാം: പരിശുദ്ധാത്മാവേ വരിക, പരിശുദ്ധാത്മാവേ വരിക, എൻ്റെ ഹൃദയത്തിനുള്ളിൽ, ജീവിതത്തിനുള്ളിൽ നിന്റെ പ്രതീക്ഷയുടെ തിരുനാളങ്ങൾ ജ്വലിപ്പിക്കുക. And help us to worship the Father in spirit and in truth. അതുകൊണ്ട് ദൈവമേ,
അങ്ങയെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കുക. And I want you to repeat these words as I finish. ഞാനിത് പൂർത്തീകരിക്കുമ്പോൾ ഈ വാക്കുകൾ നിങ്ങൾ എൻ്റെ പിന്നാലെ ഏറ്റുപറയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. God ദൈവമേ, believes in me. ദൈവം എന്നിൽ വിശ്വസിക്കുന്നു. Hello? God believes in me. Can you say those words? നമുക്കത് പറയാൻ കഴിയുമോ? ദൈവം എന്നിൽ വിശ്വസിക്കുന്നു. God believes in me more than I believe in him. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നതിൽ ഉപരിയായി ദൈവം എന്നിൽ വിശ്വസിക്കുന്നു. Say it with a bit of conviction, huh? God believes in me more than I believe in him. And Jesus is my hope. Then how can you be afraid? കർത്താവ് നമ്മുടെ പ്രതീക്ഷയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഭയപ്പെടുവാൻ സാധിക്കും? Well, with the permission of the Metropolitan, please allow me to invite the group to sing that song we sang before I preached. As an act of affirmation that, you know, as we go towards Zion, the God of Abraham, Isaac, and Jacob are with us. And for us as Christians, the one who raised him from the dead in the power of the Spirit, he is our hope, he's with us always, and therefore we want to leave this place, as they say in England, with a spring in our step. Thank you and God bless you. താങ്ക് യു. മരിച്ചവരിൽ നിന്ന് ദൈവത്തെ കർത്താവിനെ ഉയർപ്പിച്ച ആ യേശു ക്രിസ്തുവിനുള്ള വലിയ പ്രത്യാശയിൽ നമുക്ക് ഒരുമിച്ച് ഈ ഗാനം ആലപിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കൈകളെ അടിച്ചു ചേർന്ന് പാടാം. മനമേ ഭയമൊന്നും വേണ്ടിനിയും സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും അബ്രഹാമിൻ ദൈവം ഇസ്ഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം ഇസ്ഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. മനമേ ഭയമൊന്നും വേണ്ടിനിയും സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും ഒരു ഘോഷണ തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിരുന്നു. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഘോഷണ തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിരുന്നു. അബ്രഹാമിൻ ദൈവം ഇസ്ഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം ഇസ്ഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഞങ്ങളുടെ ജീവിതയാത്രയിലെല്ലാം ഇപ്പോഴും കൂടെ ഉണ്ടായിരുന്ന അതിശയകരമായി ഞങ്ങളെ വഴി നടത്തുന്ന ദൈവമേ, സ്വർഗീയ പരമപിതാവേ, ഭയപ്പെടാതെ തളർന്നു പോകാതെ ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്ന ശക്തീകരിക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം. പ്രത്യാശയോടുകൂടെ ജീവിതത്തെ നയിപ്പാൻ ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളെ വഴി നടത്തുന്ന ദൈവം എല്ലായ്പ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളതായ ഉത്തമ ബോധ്യത്തിൽ ജീവിപ്പാൻ, നിന്നുള്ളതായ പ്രത്യാശയിൽ നിലനിൽപ്പാൻ, വിശ്വാസത്തിൽ വളരുവാൻ ഈ രാത്രിയിൽ അവിടുന്ന് ഞങ്ങളെ ആഹ്വാനം ചെയ്തതിനായി സ്തോത്രം. ദൈവകൃപ ധാരാളമായി അനുഭവിച്ച്, ദൈവസാന്നിധ്യം അനുഭവിച്ച്, നിനക്ക് വേണ്ടി ജീവിപ്പാൻ പ്രവർത്തിപ്പാൻ അവിടുത്തെ ദൗത്യം ഏറ്റെടുത്ത് അവിടുത്തെ സാക്ഷികളായി ഓരോ രംഗങ്ങളിൽ പ്രശോഭിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഇന്ന് പകൽക്കാലം ഞങ്ങൾ അനുഭവിച്ചതായ നന്മകൾ എത്ര വലുത്! അതിന് ശുശ്രൂഷയിലൂടെ, അത് ശ്രവിക്കുന്നതിലൂടെ,
അത് ഗ്രഹിക്കുന്നതിലൂടെ തിരുസന്നിധി ഞങ്ങളെ തന്നെ സമർപ്പിച്ച് ഞങ്ങളുടെ ജീവിതത്തെ പുതുക്കുവാൻ സമർപ്പിക്കുവാൻ അവിടുന്ന് എല്ലായ്പ്പോഴും സഹായിക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം. തുടർന്നതിൻ്റെ കൃപയിൽ ഞങ്ങളെ കാക്കണമേ, സമാധാനത്താൽ ഞങ്ങളെ അയക്കണമേ. യേശുവിൻ്റെ നാമത്തെ ഞങ്ങൾ യാചിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, ഏകപുത്രൻ്റെ കൃപ, പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും അതെല്ലാവരുടെ മേലും എല്ലാ ജീവിത മുഖാന്തരങ്ങളോടുകൂടിയും ഇന്നും എന്നും ഉണ്ടായിരിക്കുമാറാകട്ടെ.